നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഗ്രീൻസ് ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് 1-2 ക്ലാസ്സുകൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട 2 എക്സാമ്പിൾ ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അടുത്ത ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് ഗ്രീൻസ് ഫംഗ്ഷൻ ടു സോൾവ് d2y/dx² + y = cosec x subject to the boundary condition y of 0 = y of pi/2 = 0. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഗ്രീൻസ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ 2 ബൗണ്ടറിക്ക് ഇടയ്ക്കാണ്, എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. ഇവിടെ എ ആണ് 0, ബി ആണ് pi/2. ഇടയ്ക്കുള്ള ആ ബൗണ്ടറി കണ്ടീഷൻ ഇടയ്ക്കാണ് നമ്മൾക്ക് ഇയാളെ സോൾവ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ ഇക്വേഷൻ നമ്മൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ വഴി ചെയ്തതാണ്. അതെങ്ങനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ, അതിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗ്രീൻസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ജി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു, ലെറ്റ് ജി ഓഫ് എക്സ് കോമ ഇസഡ് ബി ദ ഗ്രീൻസ് ഫംഗ്ഷൻ. നമുക്കറിയാം ജി എന്ന് പറയുന്ന ആള് ഇസഡിലുള്ള ആളാണ്, ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്സിൽ തന്നെ വരുന്നെങ്കിലും അതിനകത്ത് തന്നെ ഇസഡിലുള്ള ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് ഇസഡ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് d²g/dx² പ്ലസ്, നോക്കൂ, ജി ഓഫ് എക്സ് ഇസഡിന് പകരം ജി എന്നൊക്കെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, പ്ലസ് ജി = അന്നേരം നമുക്ക് കൊസീക് എക്സ് എന്നല്ല വരിക, പകരം എന്തെന്നാ വരിക? ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ഇസഡ്, ദാറ്റ് ഈസ് ഇമ്പൾസ് ഫംഗ്ഷനാണ് വരിക, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനാണ് വരിക. ശരിയല്ലേ? അതാണല്ലോ ഗ്രീൻസിനും ഡെൽറ്റയും തമ്മിലുള്ള ബന്ധം. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ = നമ്മൾ എന്തെന്ന് എഴുതും? ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ഇസഡ് എന്ന് എഴുതും. ശരിയാണല്ലോ? അപ്പം ഗ്രീൻസ് ഫംഗ്ഷൻ പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഗ്രീൻസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, വൈക്ക് പകരം ജി എന്ന് കൊടുക്കാം, അന്നേരം ഡെൽറ്റ ആയി മാറും. ഇനി ഇമ്പൾസ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അവിടെ ഇസഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിലയ്ക്ക് ഇമ്പൾസ് ഉള്ളൂ, ബാക്കി ഇസഡ് നോട്ട് ഈക്വൽ ടു ഇസഡ് വരുന്നിടത്തൊക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് വരുന്നിടത്തൊക്കെ 0 ആണ്. അപ്പോൾ ഞാൻ പറയുന്നു, വെൻ എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ആകുമ്പോൾ ഇതെങ്ങനെയായി മാറും? d²g/dx² പ്ലസ് ജി = 0 എന്നാകും. ശരി, കാരണം നോട്ട് ഈക്വൽ ടു ഇസഡിൽ ഫംഗ്ഷൻ്റെ വില 0 ആയിരിക്കും, അല്ല ഡെൽറ്റയുടെ വില 0 ആയിരിക്കും. ഡിറാക് ഡെൽറ്റ 0 ആണ്, അറിയാമല്ലോ. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് അല്ലേ? d²y/dx² പ്ലസ് y = 0 എന്നുള്ള ഫോം എന്ന് പറയുമ്പോൾ d²y/dx² 1, വൈയുടെ കൂടെ 1, രണ്ടും കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് അല്ലേ? എങ്ങനെയാണ് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് സോൾവ് ചെയ്യുക? നമുക്കറിയാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് λ² പ്ലസ് 1 = 0. therefore നമുക്ക് λ = +or-i എന്ന് കിട്ടും. കാരണം -1 അപ്പുറം പോകുമ്പോൾ λ = +or-i. നമുക്കറിയാം, അങ്ങനെ ഹോമോജീനിയസ് ആകുമ്പോൾ നമ്മൾ y കോംപ്ലിമെൻ്ററി എഴുതും. ഇവിടെ yക്ക് പകരം g ആ. അപ്പം നമുക്ക് എഴുതാം g ഓഫ് എക്സ് കോമ ഇസഡ് = നമുക്കറിയാം ആൽഫ +or-β വന്നാൽ e⁴ x അപ്പോൾ ഇവിടെ ആൽഫയുടെ ഭാഗത്ത് 0x c1 cos β പ്ലസ് c2 sin βx, c1 cos βx പ്ലസ് c2 sin βx. ബീറ്റ 1ഉമാണ്, 0യും 1ഉമാണ് ആൽഫയും ബീറ്റയും. അപ്പോൾ നമുക്കിവിടെ e⁻1 ആയാൽ c1 cos x പ്ലസ് c2 sin x എന്ന് എഴുതാം ജി എ. പക്ഷേ ജി എന്ന് പറഞ്ഞാൽ ഇസഡിലുള്ള ആളാണ്. അപ്പം നമ്മൾ c1ഉം c2ഉം ഫംഗ്ഷൻസ് ഓഫ് ഇസഡ് ആയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ a ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് തിരിച്ചും എടുക്കാം. എങ്ങനെ? a ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ്. എനിവേ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഒരു കോമ്പിനേഷൻ വരണമെന്നേ ഉള്ളൂ. ഇത് എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ സൈൻ എക്സ് ആദ്യവും കോസ് എക്സ് രണ്ടാമതും എടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കണക്ക് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് പോലെ ചെയ്യും, രണ്ടാമത് ഞാൻ ഇങ്ങനെ ചെയ്താലും കറക്റ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇതും തിരിച്ചെടുത്തും ചെയ്യും. മനസ്സിലാവുന്നു? നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 കണക്കുകളും സൈൻ എക്സ് ആദ്യവും കോസ് എക്സ് തിരിച്ചും രണ്ടാമതും എടുത്താണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ആദ്യത്തെ കണക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ പോലെ ചെയ്യും, രണ്ടാമത് ഇതേ കോമ്പിനേഷൻ എടുത്ത് ചെയ്യും, അന്നേരം സെയിം ആൻസർ കിട്ടുമെന്ന് തെളിയിക്കാം. നമ്മൾ ഏത് കോമ്പിനേഷൻ എടുത്താലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് കറക്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് കിട്ടുന്ന വിലകൾ കറക്റ്റ് ആയിരിക്കും. എനിവേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ a ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് എന്ന് എടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കൂ, ഇതാണ് ജിയുടെ വില. ഇനി എന്നാൽ ഇവിടെ ജിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ? നോക്കൂ, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡിലാണ് ഈ ജിയുടെ വില കിട്ടിയിരിക്കുന്നത്. നോട്ട് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വില ഇസഡിൽ കുറഞ്ഞു വരാം, അല്ലെങ്കിൽ എക്സിൻ്റെ വില ഇസഡിൽ കൂടുതൽ വരാം. അപ്പോൾ 2 സാധ്യതകളാണുള്ളത്. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എടുക്കുന്നു, അയാൾ എക്സ് ലെസ് ദാൻ ഇസഡ് ആണ്. അതുപോലെ അടുത്തൊരു കോമ്പിനേഷൻ സി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ് ആണ്. അപ്പോൾ 2 പോസിബിലിറ്റിയാണ് ഉള്ളത്, എക്സ് ലെസ് ദാൻ ഇസഡും ഗ്രേറ്റർ ദാൻ ഇസഡും. ഈ 2 പോസിബിലിറ്റികളിൽ നിന്നും എ ബി സി ഡിയുടെ വിലകൾ നമ്മൾ കാണും ഇൻ ടേംസ് ഓഫ് ഇസഡിൽ.
ആണല്ലോ. അതിനുവേണ്ടി ഇതാണ് നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ. ഇതിനകത്തിന് എ ബി സി ഡി ഇസഡ് ഡി വിലകൾ കണ്ട് ഇട്ട് കൊടുത്താൽ ഗ്രീൻസ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞു. അപ്പം നമുക്കറിയാം നമ്മുടെ രണ്ടാമത്തെ കണ്ട് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആള് എക്സിൻ്റെ ഫംഗ്ഷനായി കരുതുകയാണെങ്കിൽ വൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ ജിയും സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് 0 ആകുമ്പോൾ വൈ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ജി ഓഫ് 0, ഇസഡ് 0 എന്ന് പറയാം. ജിയും 0 ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? എക്സിന് 0 കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾക്കറിയാം നമ്മുടെ വിലയെന്ന് പറയുന്നത് ഇവിടെ 0 to π/2 ആണ്. അപ്പോൾ എക്സിന് 0 എന്ന് പറയുമ്പോൾ ഇസഡ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇടത്തെ സൈഡിലാണ് 0 കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എക്സ് ലെസ് ദാൻ ഇസഡ് ഈ ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമെന്ന് പറയുമ്പോൾ എക്സ് 0 എന്ന് പറഞ്ഞാൽ ഇസഡിന് ഇടത്തേക്കുള്ള വിലയാണ്. ഇസഡ് കറക്റ്റ് നടുക്ക് കിടക്കുന്ന ആളാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഇസഡ് ആണ് 0 വരിക. എന്നാൽ π/2 കൊടുക്കുമ്പോഴോ എക്സ് മോർ ദാൻ ഇസഡ് ആകും. ഇസഡ് കഴിഞ്ഞാകും. അപ്പോൾ എക്സ് 0 കൊടുക്കുമ്പോൾ എക്സ് ലെസ് ദാൻ ഇസഡിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ എന്താ ജിക്ക് പകരം 0 ഈക്വൽ ടു എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ 0 പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് 0 1 എന്നാകും. ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബി ഓഫ് ഇസഡ് ഈക്വൽ ടു 0 എന്നാകും. ബി ഓഫ് ഇസഡ് ഈക്വൽ ടു 0. ബി ഓഫ് ഇസഡിൻ്റെ വില 0 കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബി ഓഫ് ഇസഡ് 0 ആയി. ഇനി ഒരു കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യാനുണ്ടല്ലോ, π/2 നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എക്സ് π/2 കൊടുക്കുന്നു. എക്സ് π/2 കൊടുക്കുമ്പോൾ ജി ഓഫ് π/2, ഇസഡ് ഈക്വൽ ടു 0. എക്സിന് പകരം π/2. അപ്പോൾ നമുക്ക് എന്ത് വരും? 0 ഈക്വൽ ടു ഇടത്തെ സൈഡിൽ 0 ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ ഇസഡ് കഴിഞ്ഞുള്ള വില എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനാണ് എന്ന് പറയുമ്പോൾ സി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ π/2 1 പ്ലസ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് π/2 0. സൈൻ π/2 1 പ്ലസ് കോസ് π/2 0 എന്ന് പറയുമ്പോൾ സി ഓഫ് ഇസഡ് ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. അപ്പം ബി ഓഫ് ഇസഡും സി ഓഫ് ഇസഡും 0 ആയി എന്ന് പറയുമ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെയായി മാറും? നമ്മൾക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെ ചുരുങ്ങും? ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, ബി ഓഫ് ഇസഡ് 0 കൊടുക്കുമ്പോൾ എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഇസഡ് ആൻഡ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ് എന്നായി മാറും. ശരിയാണല്ലോ. ഗ്രേറ്റർ ദാൻ ഇസഡ് നോക്കാം. ഇനി എയും ഡിയുടെയും വില കാണാം. എയുടെയും ഡിയുടെ വില കാണണം. കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എ ഓഫ് ഇസഡ് നമുക്ക് ജി ഓഫ് എക്സ് ഇസഡ് ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു. എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഇസഡ്, ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ബിയും സിയും 0 ആയിപ്പോയി ആണല്ലോ. ഇനി നമ്മൾക്ക് കാണുന്നത് എ ഓഫ് ഇസഡിൻ്റെയും ഡി ഓഫ് ഇസഡിൻ്റെയും വിലയാണ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്ത് ഓർഡർ ആകുമ്പോൾ n-2th ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡ് ആകും. n-1th ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി 1/a2 ഇസഡ് എന്നാണ്. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സെക്കൻഡ് ഓർഡറാണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്നിന് 2 കൊടുക്കുമ്പോൾ 2 - 2 0th ഓർഡർ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ് ഡെറിവേറ്റീവ് എടുക്കാതിരിക്കുന്നത്. 2 - 1 ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ഓഫ് 1/a2 ഇസഡ്. a2 ഇസഡ് എന്ന് പറഞ്ഞാൽ d²y/dx² കൂടുള്ള നമ്പർ 1. അപ്പോൾ 1/1 ഡിസ്കണ്ടിന്യൂറ്റി. എന്നാൽ 2 - 2 0th ഓർഡർ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡ് എന്നാണ്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, പ്രോപ്പർട്ടിയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. വി ഹാവ് g of x, z is continuous at x equal to z. കാരണം n-2 2 - 2 0th ഓർഡർ കണ്ടിന്യൂസ് ആണ് x equal to z. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു 0. അപ്പോൾ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു z പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു z മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. എക്സ് ടെൻസ് ടു z പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് മോർ ദാൻ ഇസഡ്. എക്സ് മോർ ദാൻ ഇസഡ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡി ഓഫ് ഇസഡ് കോസ് എക്സ് ആണ്. അപ്പോൾ ഡി ഓഫ് ഇസഡ് ഇൻറ്റു എക്സ്. നോക്കൂ, എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 2 കൊടുക്കുമല്ലോ. അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 3 കൊടുക്കും. അതേപോലെ കോസ് എക്സിന് പകരം ഇവിടെ കോസ് ഇസഡ് എന്ന് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പകരം ഇസഡ് കൊടുക്കണം. മൈനസ് എക്സ് ലെസ് ദാൻ ഇസഡ്. എക്സ് ടെൻസ് ടു ഇസഡ് മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഇസഡ് ആകുമ്പോൾ ഇത് വരും. അപ്പോൾ എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത് എന്താ ഉള്ളത്? നമുക്ക് അടുത്തത് വി ഹാവ് ഫസ്റ്റ് n-1th ഓർഡർ എന്ന് പറഞ്ഞാൽ 2 - 1 ഫസ്റ്റ് ഓർഡർ dg/dx. നമ്മൾ കണ്ടിന്യൂറ്റി ഒക്കെ പറയുന്നത് എക്സിനാണ്. അപ്പോൾ dg/dx ഹാസ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് 1/a2 z ഈക്വൽ ടു 1/1. a2 z എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, നമ്പർ 1 ആണ്. അതുകൊണ്ട്
1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, അപ്പോൾ RHD റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1 ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസ് ടു ഇസഡ് പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്. റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസ് ടു ഇസഡ് പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആരില്ല? എക്സിൽ. അപ്പോൾ ഡി ഓഫ് ഇസഡ് കോൺസ്റ്റൻറ്റാണ്. ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അതിലേക്ക് ഇസഡ് കൊടുക്കണം. അപ്പോൾ മൈനസ് സൈൻ ഇസഡ്, കണ്ടില്ലേ? മൈനസ് ഡി ഓഫ് ഇസഡ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇയാൾ കോൺസ്റ്റൻറ്റ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, അതിലേക്ക് എക്സിന് ഇസഡ്. അപ്പോൾ മൈനസ് സൈൻ ഇസഡ് മൈനസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാളാണ്. ലെഫ്റ്റ് ഹാൻഡ് എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. അപ്പോൾ എ ഓഫ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് ഈക്വൽ ടു 1. കണ്ടല്ലോ, ഡെറിവേറ്റീവ് എടുത്ത് അതിൽ എക്സിന് പകരം ഇസഡ് കൊടുത്തതാണ്, ശ്രദ്ധിക്കുക. ഇനി ഇയാളെ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് മൈനസ് എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് ഈക്വൽ ടു 0 എന്നായി മാറും. ശരിയാണല്ലോ, ഇങ്ങനെയാണ് വരിക. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ഡിയുടെയോ എയുടെയോ വിലയാണ് വേണ്ടുന്നത്. അതിനുവേണ്ടി ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക. എന്ന് പറഞ്ഞാൽ ഇയാളെ കോസ് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാളെ സൈൻ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ശരിയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ കോസ് ഇസഡ് കൊണ്ട് ചെയ്യുമ്പോൾ മൈനസ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് സൈൻ ഇസഡ് മൈനസ് എ ഓഫ് ഇസഡ് ഇൻറ്റു കോസ് സ്ക്വയർ ഇസഡ് ഈക്വൽ ടു കോസ് ഇസഡ് എന്ന് വരും. ശരിയാണല്ലോ, ഈക്വൽ ടു കോസ് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി താഴെ സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് കോസ് ഇസഡ് മൈനസ് എ ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു 0. ശരിയാണല്ലോ. അപ്പോൾ രണ്ട് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഇക്വേഷനെ നമ്മൾ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കി. നിങ്ങൾക്കറിയാം ഇത് മൈനസും പ്ലസുമാണ്. ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എ ഓഫ് ഇസഡ്, മൈനസ് കോമൺ ആണ്, മൈനസ് എ ഓഫ് ഇസഡ് ഇൻറ്റു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആയി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. ദെയർഫോർ കോസ് ഇസഡ്, ദെയർഫോർ എ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? മൈനസ് കോസ് ഇസഡ് എന്ന് കിട്ടും. എ ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് കോസ് ഇസഡ്. ശ്രദ്ധിക്കുക, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് എ ഓഫ് ഇസഡ് പുറത്തെടുക്കുമ്പോൾ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആണ് ആവുക. അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇനി എ ഓഫ് ഇസഡിൻ്റെ വില നിങ്ങൾ ഇതിലേക്ക് കൊടുക്കും, ഇക്വേഷൻ 1ലേക്ക്. അപ്പോൾ ഡി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് ഇതങ്ങ് അപ്പുറം പോകുമ്പോൾ ഈക്വൽ ടു എ ഓഫ് ഇസഡിന് പകരം മൈനസ് കോസ് ഇസഡ് സൈൻ ഇസഡ് എന്നാകും. ശരിയാണ്. ഇത് അപ്പുറം പോകുമ്പോൾ എ ഓഫ് ഇസഡ് സൈൻ ഇസഡ്, എ ഓഫ് ഇസഡിന് പകരം വില കൊടുത്തു. കോസ് ഇസഡും കോസ് ഇസഡും പോകുമ്പോൾ നമുക്ക് ഡി ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ ഓഫ് ഇസഡിൻ്റെയും ഡി ഓഫ് ഇസഡിൻ്റെയും വിലകൾ കിട്ടിക്കഴിഞ്ഞു. അതെടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഗ്രീൻസ് ഫംഗ്ഷൻ ആകും. പിന്നീട് സൊല്യൂഷൻ കാണണം, നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞു. എ ഓഫ് ഇസഡിനും ഡി ഓഫ് ഇസഡിനും പകരം വില കൊടുത്തു. ഗ്രീൻസ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞു. നോക്കൂ, ഇതിനകത്ത് കോൺസ്റ്റൻ്റ് ഒന്നുമില്ല, എല്ലാം കിട്ടി. ഇനി നമ്മൾക്കറിയാവുന്നത് നമ്മുടെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് കോമ ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നാണ്. അറിയാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 to π/2 എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ജി ഓഫ് എക്സ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് കൊസീക്ക് എക്സ് ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പകരം ഇസഡ് കൊടുക്കുമ്പോൾ കൊസീക്ക് ഇസഡ് ഡി ഇസഡ് എന്നായി മാറും. നോക്കൂ, ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് വേരിയബിൾ ഡി ഇസഡ് ആണ്. അപ്പോൾ ഇത് ഇസഡിൻ്റെ ലിമിറ്റ് ആണ് അല്ലേ. ഇസഡിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡിന് ഇവിടെ തന്നെ ജി 2 ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നോക്കൂ, ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇസഡ് ലെസ് ദാൻ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡ് ലെസ് ദാൻ എക്സ് ആണ്, ഇസഡ് മോർ ദാൻ എക്സ് ആണ്. അപ്പം ഇസഡ് ലെസ് ദാൻ, ഇസഡ് ആണ് വേരിയബിൾ, അതുകൊണ്ടാണ് ഇസഡ് ലെസ് ദാൻ എക്സ്, ഇസഡ് മോർ ദാൻ എന്ന് പറയുമ്പോൾ 0 to x വരെ അതാണ് ഇസഡ് ലെസ് ദാൻ എക്സ്. ലെസ് ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസഡ് ലെസ് ദാൻ എക്സ് ഇതാ. അപ്പോൾ ഇതാണ് വരിക. അപ്പം മൈനസ് സൈൻ ഇസഡ് കോസ് എക്സ് ഇൻറ്റു കൊസീക്ക് ഇസഡ് ഡി ഇസഡ്. ശ്രദ്ധിക്കണം, അവിടെ ലിമിറ്റ് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസഡിൻ്റെ ലിമിറ്റാണ് 0 to π/2. അതിൽ തന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ 2 ആണ്. ഇസഡ് ലെസ് ദാൻ എക്സ് ആണെങ്കിൽ ഒരാളും ഇസഡ് മോർ ദാൻ എക്സ് ആണെങ്കിൽ ഒരാളും. അപ്പോൾ ഇസഡിനെയാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇസഡ് ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പം 0 to x വരെ. ഇപ്പോൾ സപ്പോസ് ഇവിടെ 3 ആണെങ്കിൽ ഇസഡ് ലെസ് ദാൻ 3, ഇസഡ് മോർ ദാൻ 3. അപ്പോൾ 3 വെച്ചാൽ സ്പ്ലിറ്റിങ്. അപ്പോൾ 0 to 3, 3 to π/2 എന്ന് എഴുതുന്നത് പോലെ 0 to x, x to π/2. അപ്പോൾ പ്ലസ് ഇനി x to π/2 എന്ന് പറഞ്ഞാൽ ഇസഡ് മോർ ദാൻ എക്സ്. ഇസഡ് മോർ ദാൻ എക്സ് ആകുമ്പോൾ ഇയാളാണ് മൈനസ് കോസ് ഇസഡ് സൈൻ എക്സ് ഇൻറ്റു കൊസീക്ക് ഇസഡ് ഡി ഇസഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ, കോസ് എക്സിന് പുറത്ത് വരും, കോൺസ്റ്റൻ്റ് അല്ലേ, മൈനസ് കോസ് എക്സ് പുറത്ത്, സൈൻ ഇസഡും കൊസീക്ക് ഇസഡും
വെട്ടിപ്പോകും, കാരണം കൊസിക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to x 1 dz എന്ന് വരും. മൈനസ് അവിടെ നിന്ന് sin x പുറത്ത് വരും, പ്ലസ് ഇൻ്റഗ്രൽ x to π/2 പ്ലസ് അല്ല മൈനസ് sin x ഇൻറ്റു ഇവിടുന്ന് ഒരു മൈനസ് sin x ഇൻറ്റു ഇൻ്റഗ്രൽ x to π/2 cos z കൊസീക് z കൂടെ വരുമ്പോൾ cos z ബൈ sin z, ദാറ്റ് ഈസ് cot z dz എന്ന് വരും. sin x പോയാൽ cos by sin cot z, that is equal to minus cos x into integration 1 into the z എന്നാണ്, 1 into integration z to the limit 0x minus sin x into cot z ൻ്റെത് ln sin z എന്നാണ്. അല്ലെങ്കിൽ cot x ൻ്റെ ഇൻ്റഗ്രേഷൻ log mod sin x to the limit x π/2, that is equal to x കൊടുക്കുമ്പോൾ മൈനസ് x cos x 0 കൊടുക്കേണ്ട കാര്യമില്ല, 0 ആയി പോകും, മൈനസ് sin x into π/2 കൊടുക്കുമ്പോൾ ln sin π/2 1 ln 1 0, അപ്പോൾ 0 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ln sin x എന്നാകും. കണ്ടല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് sin x ഇൻറ്റു ln മോഡ് sin x എന്ന് വരും. പ്ലസ് ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് y. ബൗണ്ടറി കണ്ടീഷനാണ്, അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഒന്നും വേണ്ട, നമുക്ക് മനസ്സിലാകും. കാരണം ഇവിടെ ലിമിറ്റ് കൊടുക്കല്ലേ, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വേണ്ട. y ഈക്വൽ ടു മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് sin x ln sin x. വേരിയേഷൻ ബൈ പാരാമീറ്റർ ചെയ്തപ്പോഴും ഇതേ ആൻസർ കിട്ടിയെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത ശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ സൊല്യൂഷനായിട്ട് വരിക. ഇങ്ങനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് y എന്ന് പറയുന്ന സൊല്യൂഷൻ കാണുന്നത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കും. ഗ്രീൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എക്സാമ്പിൾ ആണ്. യൂസ് ഗ്രീൻസ് ഫംഗ്ഷൻ ടു സോൾവ് d²y/dx² പ്ലസ് y ഈക്വൽ ടു f of x, y of 0 ഈക്വൽ ടു 0 ആൻഡ് y dash 0 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് തന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ y of 0യും y dash 0യും തന്നിരിക്കുന്നു, കണ്ടീഷൻസ് വ്യത്യാസമാണ്. ഇവിടെ നേരത്തെ നമുക്ക് എയും ബിയും തന്നു, ഇവിടെ എ മാത്രമേ ഉള്ളൂ 0, ബി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് എടുക്കാം. നമുക്ക് ഇനിഷ്യൽ എ 0 ടു ബി നമുക്ക് തരാത്തത് കൊണ്ട് ഇൻഫിനിറ്റി വരെ പോകാം. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ പഴയ പോലെ ചെയ്യുന്നു. ലെറ്റ് g of x, z be the Green's function, then നമുക്ക് എഴുതാം d²g/dx² പ്ലസ് g ഈക്വൽ ടു ഡെൽറ്റ ഓഫ് x മൈനസ് z. ശരിയാണല്ലോ. എന്നിട്ട് നമ്മൾ പറയുന്നു വെൻ x നോട്ട് ഈക്വൽ ടു z d²g/dx² പ്ലസ് g ഈക്വൽ ടു 0. നേരത്തെ പോലെ തന്നെയാണ്, λ² പ്ലസ് 1. therefore g of xz ഈക്വൽ ടു നേരത്തെ എഴുതിയതുപോലെ തന്നെ നമുക്ക് വരും a of z ഇൻറ്റു cos x plus b of z into sin x when x less than z and c of z into cos x plus d of z into sin x when x more than z. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം ബൗണ്ടറി കണ്ടീഷൻ y of 0 ഈക്വൽ ടു 0. y of 0 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ g of 0z ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ലെസ് ദാൻ z ആണല്ലോ. അപ്പോൾ എന്താ കൊടുക്കുക? a of z ഇൻറ്റു cos 0 1 പ്ലസ് b of z ഇൻറ്റു sin 0 0, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് a of z ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ഉള്ളത്? y dash 0 ഈക്വൽ ടു 0. y dash 0 എന്ന് പറഞ്ഞാൽ dy/dx ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയും dg/dx at x ഈക്വൽ ടു 0. dg/dx at x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ dg/dx എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമുണ്ട്. അത് x = 0 എന്ന് പറയുമ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് മാത്രം മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ഈക്വൽ ടു a of z ഇൻറ്റു cos x ൻ്റെത് മൈനസ് a of z ഇൻറ്റു sin x ഡെറിവേറ്റീവ് ആണ്, പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് ഡെറിവേറ്റീവ് ആണ്. നമ്മൾ അതിനകത്തേക്ക് എന്തിന് കൊടുക്കണം? എക്സിന് 0 കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഈക്വൽ ടു മൈനസ് എ ഓഫ് ഇസഡ് ഇൻറ്റു 0 പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു 1. ദെയർഫോർ നമുക്ക് ബി ഓഫ് ഇസഡും എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ബി ഓഫ് ഇസഡും 0 എന്ന് പറഞ്ഞാൽ എയും ബിയും 0 ആയി പോകും. അപ്പോൾ ജി ഓഫ് എക്സ് ഇസഡ് എന്ത് മാത്രമേ ഉള്ളൂ ഇനി? ജി ഓഫ് എക്സ് ഇസഡ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ ഇസഡ്, c of x into cos c of z into cos x plus d of z into sin x when x more than z. ഇനി നമ്മൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കണ്ടിന്യൂറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ g of x z ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മൾക്ക് സിയും ഡിയും കാണണം. സിയും ഡിയും കാണുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മളുടെ കണ്ടിന്യൂറ്റി കണ്ടീഷൻ നമുക്കറിയാം. വി ഹാവ് സെക്കൻഡ് ഓർഡർ തന്നെയല്ലേ? അപ്പം g of x z ഈസ് കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡ്. അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ RHL ഈക്വൽ ടു LHL. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ റൈറ്റ് ഹാൻഡഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ടെൻസ് ടു ഇസഡ് പ്ലസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു ഇസഡ് മൈനസ് എന്ന് പറയുമ്പോൾ ഇസഡ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരിക സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് പ്ലസ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് ഈക്വൽ ടു നമ്മൾക്ക് എന്തെന്ന് വരും LHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇസഡ് മൈനസ് അത് 0 ആണ്. ഇക്വേഷൻ നമ്പർ 1 കിട്ടും. അടുത്തത് വി ഹാവ് dg by dx has discontinuity of 1 by a2 of z, that is equal to അതും 1 തന്നെയാണ് ഇവിടെ equal to 1 by 1 equal to 1 എന്ന് പറയുമ്പോൾ RHD minus LHD equal to 1. റൈറ്റ് ഹാൻഡഡ് ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സി ഓഫ് ഇസഡ് കോസിൻ്റെ സൈൻ അല്ലേ, സൈനകത്തേക്ക് തന്നെ നമ്മൾ ഇസഡ് കൊടുക്കണമല്ലോ. അപ്പം മൈനസ് സി ഓഫ് ഇസഡ് സൈൻ ഇസഡ് പ്ലസ് ഡി ഓഫ് ഇസഡ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അതിലേക്ക് ഇസഡ് കൊടുക്കുമ്പോൾ കോസ് ഇസഡ് ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 2 മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് LHD ഇല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കാനില്ല, 0 ആണ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൽ എക്സിന് പകരം ഇസഡ് കൊടുക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു, എക്സിന് പകരം ഇസഡ് കൊടുത്തു. മനസ്സിലാവുന്നല്ലോ. സി ഓഫ് ഇസഡ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മാത്രം മതി. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ ഇതാണ് സി ഓഫ് ഇസഡ് കോസ് ഇസഡ് പ്ലസ് ഡി ഓഫ് ഇസഡ് സൈൻ ഇസഡ് ഈക്വൽ ടു 0 മൈനസ് സി ഓഫ് ഇസഡ് sin z plus d of z cos z equal to 1. Therefore നിങ്ങൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും സൈനും കോസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഓഫ് z sin z cos z പ്ലസ് ഡി ഓഫ് z sin സ്ക്വയർ z ഈക്വൽ ടു 0. sin സ്ക്വയർ z ഈക്വൽ 0. ഇങ്ങോട്ട് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സി ഓഫ് z cos z sin z പ്ലസ് ഡി ഓഫ് z cos square z equal to cos z. cos z കൊണ്ട് താഴെ മൾട്ടിപ്ലൈ, അപ്പോൾ 1 ആകുമ്പോൾ cos z. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് പോകുമ്പോൾ d of z into 1 cos square plus sin square is 1 d of z equal to cos z എന്ന് കിട്ടും. ശരിയല്ലേ? അതെടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കറിയാം c of z into cos z ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ c of z into cos z പ്ലസ് ഡി ഓഫ് ഇസഡിന് പകരം കോസ് ഇസഡ് സൈൻ ഇസഡ് ഈക്വൽ ടു 0. ഇതങ്ങ് അപ്പുറം പോകുമ്പോൾ സി ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ ഡി ഓഫ് ഇസഡും സി ഓഫ് ഇസഡും നമ്മൾക്ക് കിട്ടി. അത് രണ്ടും നമ്മൾ ഇതിലേക്ക് റീപ്ലേസ് ചെയ്യണം. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജി എഴുതാം. ജി ഓഫ് എക്സ് കോമ ഇസഡ് ഈക്വൽ ടു 0 വെൻ എക്സ് ലെസ് ദാൻ ഇസഡ്. സി ഓഫ് ഇസഡിന് പകരം നമ്മൾ മൈനസ് സൈൻ ഇസഡ് കോസ് എക്സ് പ്ലസ് കോസ് ഇസഡ് സൈൻ എക്സ് എന്ന് വരും. എക്സ് മോർ ദാൻ ഇസഡ് നമ്മൾ സിക്കും ഡിക്കും വില കൊടുത്തു. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് കോമ ഇസഡ് ഈക്വൽ ടു നോക്കൂ ഇത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യത്തെ ആൾ 0 ആണ്, രണ്ടാമത്തതിന് നമുക്ക് സൈൻ ഓഫ് എക്സ് മൈനസ് ഇസഡ് എന്ന് എഴുതാം ഒറ്റ സ്റ്റെപ്പിൽ. ശരിയല്ലേ? കാരണം നിങ്ങൾക്കറിയാം നോക്കൂ ഇവിടെ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ്. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ സൈൻ എക്സ് മൈനസ് വൈ സൈൻ എക്സ് മൈനസ് ഇസഡ് എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ ജി. അങ്ങനെയാണെങ്കിൽ ഇനി സൊല്യൂഷൻ എഴുതാമല്ലോ. വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി. എ ടു ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ 0 ആണ്. A0 to B തന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇൻഫിനിറ്റി എന്നെടുക്കുക. ബി എവിടം വരെ വേണമെങ്കിലും പോകാം. 0 to infinity g of x, z into f of z dz ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 to x, കാരണം x വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. g of x, z into f of z dz പ്ലസ് x to z g of x, z into f of z dz എന്നായി മാറും. ശരിയാണല്ലോ? നോക്കൂ 0 to x വരെ എന്ന് പറഞ്ഞാൽ z ലെസ് ദാൻ എക്സ്. z ലെസ് ദാൻ എക്സ് വരുമ്പോൾ എന്താ വരിക? നമ്മൾക്ക് സൈൻ എക്സ് മൈനസ് z ആണ്. എന്നാൽ z ഗ്രേറ്റർ ദാൻ എക്സ് വരുമ്പോഴോ 0 ആണ്. അപ്പം ഇവിടെ ജിക്ക് പകരം 0 കൊടുക്കുമ്പോൾ ഇയാളെ പിന്നെ ചെയ്യണ്ട. ആരെ മാത്രം ചെയ്യാൻ മതി? ഇയാളെ മാത്രം ചെയ്താൽ മതി. z മോർ ദാൻ എക്സിൽ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ 0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x
സൈൻ എക്സ് മൈനസ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇസഡിന് പകരം എക്സിന് പകരം ഇസഡ് കൊടുക്കുമ്പോൾ അത് എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതാനേ നമുക്ക് കഴിയുള്ളൂ. പ്ലസ് എക്സ് ടു ഇൻഫിനിറ്റി 0 ഇൻറ്റു ഡി ഇസഡ്. കാരണം ഇവിടെ ജി 0 ആണ്, അത് 0 ആയി പോകും. ആദ്യത്തെ എഫ് ഓഫ് ഇസഡിൽ എഫ് ഓഫ് എക്സിന് പകരം ഇസഡ് എന്ന് കൊടുത്തെഴുതുമ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് തന്നെ എഴുതും. ദെയർഫോർ y ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇസഡ് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് എഴുതി വെക്കാനേ നമുക്ക് കഴിയുള്ളൂ. കാരണം നമുക്ക് എന്തറിയില്ല, എഫ് ഓഫ് എക്സ് അറിയില്ല. ഇതാണ് അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. എളുപ്പമാണ്, ബട്ട് ചെയ്ത് പഠിക്കണം, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കുക. അടുത്തൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് അവർ ഗ്രീൻസ് ഫംഗ്ഷൻ കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫൈൻഡ് ദ ഗ്രീൻ ഫംഗ്ഷൻ, ഷോ ദാറ്റ് ദ ഗ്രീൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് അണ്ടർ ദിസ് ബൗണ്ടറി കണ്ടീഷൻ ഈസ് ദിസ്. ഇതാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ പറയുന്ന പോലെ നമുക്ക് എഴുതാം. നമുക്ക് എഴുതാവുന്ന കാര്യം ഡി സ്ക്വയർ ജി ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ജി ബൈ 4 ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ഇസഡ് എന്ന് എഴുതാം. ശരിയാണല്ലോ? ദെയർഫോർ ഇതിൽ നിന്ന് വെൻ എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് ഡി സ്ക്വയർ ജി ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് g by 4 equal to 0. Therefore lambda square plus 1 by 4 equal to lambda equal to plus or minus 1 by 2 I എന്ന് വരും. Therefore g of x z equal to രണ്ടായി മാറും. ഏതൊക്കെയാണ് നമുക്കറിയാം? ഇവിടെ a of z into cos x by 2 എന്നാണ്. ശരിയാണല്ലോ? beta is half plus b of z into sin x by 2 when x less than z. അടുത്തത് c of z into cos x by 2 plus d of z into sin x by 2 when x more than z. ആകുമ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രീൻസ് ഫംഗ്ഷൻ. ഇതിൽ നിന്ന് എയും ബിയും സിയും ഡിയും കാണണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നു. ഇതൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും അറിയാൻ വേണ്ടി മാത്രം. g ഓഫ് 0 ഇസഡിൽ 0 ആണെന്നാണ്. g ഓഫ് 0 ഇസഡ് ഈക്വൽ ടു 0 ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇടത്തെ സൈഡിൽ 0 കൊടുക്കുന്നു. 0 ഈക്വൽ ടു എക്സ് 0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഇസഡ് ആണ്. എക്സിൻ്റെ വില ഇസഡ് കുറവ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എ ഓഫ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു 0 എന്ന് വരും. ദെയർഫോർ എ ഓഫ് ഇസഡ് ഈക്വൽ ടു നമ്മൾക്ക് 0 എന്ന് കിട്ടും ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ജി ഓഫ് പൈ കോമ ഇസഡ് ഈക്വൽ ടു 0 എന്നാണ്. പൈ കൊടുക്കും. പൈ എന്ന് പറയുമ്പോൾ എക്സ് മോർ ദാൻ ഇസഡ് ആണ്. അപ്പോൾ രണ്ടാമത് വരും. അപ്പോൾ 0 ഈക്വൽ ടു ജി 0 ആണ് ഈക്വൽ ടു സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് പൈ ബൈ 2 സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് 90 0 പ്ലസ് ഡി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ 90 1. അപ്പോൾ നമ്മൾക്ക് ഡി ഓഫ് ഇസഡ് 0 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റുകൾ മാറി. അപ്പോൾ നമ്മളുടെ ജി ഓഫ് എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരൊക്കെയായി മാറി? എ ഓഫ് ഇസഡ് പോയി കഴിഞ്ഞപ്പോൾ ബി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് ബൈ 2 when x less than z and c of z into d0 ആയല്ലോ. c of z into cos x by 2 when x more than z. ഇങ്ങനെ ഗ്രീൻസ് ഫംഗ്ഷൻ രണ്ടാളുകളായി ചുരുങ്ങി, എ ഓഫ് ഇസഡും സി ഓഫ് ഇസഡും. ഇനി ഇതിൽ നിന്ന് ബിയും സിയും കാണാൻ നമ്മളുടെ കണ്ടിന്യൂറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെയായി മാറി. ബി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ആൻഡ് സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സ് ബൈ 2 എക്സ് ലെസ് ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ ഇസഡ്. കാരണം നമ്മളുടെ എയും ഡിയും 0 ആയിപ്പോയി. ഇനി നമുക്കറിയാം കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡിൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു 0. റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് മോർ ദാൻ ഇസഡ്, ഇതാണ് റൈറ്റ് ഹാൻഡ്. സി ഓഫ് ഇസഡ് ഇൻറ്റു കോസ് എക്സിന് പകരം ഇസഡ് കൊടുക്കുമ്പോൾ കോസ് ഇസഡ് ബൈ 2 മൈനസ് ബി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് ബൈ 2 ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തത് നമുക്കറിയാം ഡി ജി ബൈ ഡി എക്സ് ഹാസ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് 1 ബൈ എ ടു ഇസഡ്. 1 ബൈ എ ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് 1 ആണ്. 1 ബൈ 1 ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പോൾ ആർ എച്ച് ഡി മൈനസ് എൽ എച്ച് ഡി ഈക്വൽ ടു 1. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡെറിവേറ്റീവ് സി ഓഫ് ഇസഡ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു 1 ബൈ 2. അപ്പോൾ മൈനസ് ഹാഫ് ഫ്രണ്ടിൽ വരും. മൈനസ് ഹാഫ് സി ഓഫ് ഇസഡ് സൈൻ ഇസഡ് ബൈ 2 മൈനസ് ഇവിടെയും ഒരു 1 ബൈ 2 ഉണ്ട്. മൈനസ് ഹാഫ് ബി ഓഫ് ഇസഡ് ഇൻറ്റു സൈൻ്റെത് കോസ് ഇസഡ് ബൈ 2 ആർ എച്ച് ഡി മൈനസ് എൽ എച്ച് ഡി ഈക്വൽ ടു 1. ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സി ഓഫ് ഇസഡ് സൈൻ ഇസഡ് ബൈ 2 മൈനസ് ബി ഓഫ് ഇസഡ് കോസ് ഇസഡ് ബൈ 2 ഈക്വൽ ടു 2. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇത് ചെയ്യുന്നു. നോക്കൂ, ഇതിനെ സൈൻ ഇസഡ് കൊണ്ടും ഇതിനെ കോസ് ഇസഡ് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കി ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ മൈനസ് ബി ഓഫ് ഇസഡ് ഈക്വൽ ടു 2 കോസ് ഇസഡ് ബൈ 2 ബി ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് 2 കോസ് ഇസഡ് ബൈ 2 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ സാധാ പോലെ ആ ബി ഓഫ് ഇസഡിൻ്റെ വില നിങ്ങൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കൊടുത്ത് അപ്പുറം പോകുമ്പോൾ വെട്ടിപ്പോകും കോസ്. അവിടെ സി ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് 2 സൈൻ ഇസഡ് ബൈ 2 എന്ന് കിട്ടും. നോക്കൂ, ഇതാണ് നമ്മളുടെ ഗ്രീൻസ് ഫംഗ്ഷൻ.
ഇതിലേക്ക് ബി ഓഫ് ഇസഡിന് പകരം നമ്മൾ -2 cos z/2 കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നോക്കൂ, -2 cos z/2 sin x/2 എന്ന് ആണല്ലോ. ഇനി സി ഓഫ് ഇസഡിന് പകരം -2 sin z/2 കൊടുക്കുമ്പോൾ -2 sin z/2 cos x/2 കിട്ടും. എവിടെ? 0 ലെസ് ദാൻ z ലെസ് ദാൻ എക്സ്. z ലെസ് ദാൻ എക്സ് എന്ന് പറയുമ്പോൾ 0 ലെസ് ദാൻ z ലെസ് ദാൻ എക്സ്. z മോർ ദാൻ എക്സ് എന്ന് പറയുമ്പം എക്സ് ലെസ് ദാൻ z, എക്സ് മോർ ദാൻ z ലെസ് ദാൻ പൈ. അങ്ങനെയാണ് വരിക. 0 ലെസ് ദാൻ z ലെസ് ദാൻ എക്സ് എന്നാണിത്. അതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിന് സൈൻ കൊടുക്കും. അതേപോലെ z മോർ ദാൻ എക്സ് ആണിത്. അത് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ കിടക്കുന്ന ആൾ തിരിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. രണ്ട് സെയിം ആണ്. z മോർ ദാൻ എക്സ് ആകുമ്പോൾ ഇവിടെയും z ലെസ് ദാൻ എക്സ് ആകുമ്പോൾ മേളിലും അങ്ങനെ എഴുതിയേക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ വിലകൾ ഇവിടെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രീൻസ് ഫംഗ്ഷൻ ഇതാണെന്ന് നമ്മൾ തെളിയിക്കും. ഇങ്ങനെയാണ് ഗ്രീൻസ് ഫംഗ്ഷൻ തെളിയിക്കുന്നത്. ശ്രദ്ധിച്ചോളുക, ഇതൊരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രാക്ടീസിന് വേണ്ടി ചെയ്യിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ 2 എക്സാമ്പിളും ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഗ്രീൻസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡ് ആൻഡ് ഡെറിവേറ്റീവ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് 1 ആണ് നമുക്കറിയാം ഡെറിവേറ്റീവ് ആണല്ലോ. അങ്ങനെയാണ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് 1 അല്ല, 1/a2 ഓഫ് ഇസഡ്. സെക്കൻഡ് ഓർഡർ ആകുമ്പോഴാണ് ഞാൻ പറയുന്നത് 1/a2 ഓഫ് ഇസഡിൽ ഡെറിവേറ്റീവിന് ഡിസ്കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ഇസഡുമാണ് നമ്മൾ ചെയ്ത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് RHL മൈനസ് LHL ഈക്വൽ ടു 0 എന്നാണ് എടുക്കുന്നത്. ഇവിടെ RHD മൈനസ് LHD ഈക്വൽ ടു 1 എന്ന് എടുക്കും ആണല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടിന്യൂസ് ലെഫ്റ്റ് മൈനസ് റൈറ്റ് എടുത്തിട്ട് ഡെറിവേറ്റീവ് വരുമ്പോൾ റൈറ്റ് മൈനസ് ലെഫ്റ്റ് എന്ന് എടുക്കരുത്. ഇവിടെ റൈറ്റ് മൈനസ് ലെഫ്റ്റ് എടുത്താൽ ഇവിടെയും റൈറ്റ് മൈനസ് ലെഫ്റ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം വരും. അതുപോലെ ഇവിടെ ലെഫ്റ്റ് മൈനസ് റൈറ്റ് എടുത്താൽ ഇവിടെയും LHD മൈനസ് RHD എന്ന് എടുക്കുക. അപ്പം നമ്മൾ ചെയ്തത് R ആദ്യവും L രണ്ടാമതും വെച്ചുകൊണ്ടാണ്. അങ്ങനെ അങ്ങ് ചെയ്താലും മതി. ഇല്ല, ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് മൈനസ് റൈറ്റ് എന്നാണ് എടുക്കുന്നതിൽ ഇവിടെയും LHD മൈനസ് RHD എന്ന് എടുത്ത് ചെയ്യുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എയുടെയും ഡിയുടെയും ഒക്കെ വില കിട്ടുമ്പോൾ ചെറിയൊരു നെഗറ്റീവിൻ്റെ വ്യത്യാസം വരും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാണ് ഗ്രീൻസ് ഫംഗ്ഷൻ അല്പം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ പ്രോപ്പർ ഫോർമാറ്റാണ്. അത് കറക്റ്റായിട്ട് ചെയ്തങ്ങ് പഠിക്കുക. അങ്ങനെയാണ് ഇത് ഗ്രീൻസ് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക.